കിങ്ങിണിക്കുട്ട, നിനക്ക് നിന്റെ പെങ്ങൾ പത്മജയെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമോ? ഇന്ന് രാവിലെ കിങ്ങിണിക്കുട്ടൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നത് കാണുക. എന്തൊരു ഉത്സാഹമാണിപ്പോൾ കിങ്ങിണിക്കുട്ടൻ എന്നറിയാമല്ലോ. ആ പഴയ കിങ്ങിണിക്കുട്ടനും ആ പഴയ ഞരമ്പനാണെന്നൊക്കെയുള്ള ആ കാര്യം ജനങ്ങൾ മറന്ന് ഈ കെ മുരളീധരന് ഒരു പക്വതയും പാകതയും ഒക്കെ വന്നു എന്ന് കരുതി മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ കെ മുരളീധരൻ രാഹുലിനെതിരെ കേക്കച്ചൻ്റെ ചട്ടുകമായി മാറി രാജ്മോഹൻ ഉണ്ണിത്താനെ പോലും നാണം കെടുത്തുന്ന വിധത്തിൽ നാവാട്ടവുമായി കളത്തിലിറങ്ങിയത് നിങ്ങൾ ഓർക്കണം. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു 3 രൂപ മെമ്പർഷിപ്പിൻ്റെ ഒരു ഉടമയാകുവാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു നാണം കെട്ടവനാണ് ഈ കെ മുരളീധരൻ എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഇവൻ്റെ അപ്പൻ കെ മുരളീധരനാണ് എന്ന് പറയുന്ന ആ അഡ്രസ് അല്ലാതെ ഇയാൾ ഇതുവരെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ കുഞ്ഞഞ്ഞ പറയുന്ന ഈ പഴയ കിങ്ങിണിക്കുട്ടൻ എത്ര സമരങ്ങളിൽ ഇറങ്ങി അടിമേടിച്ചിട്ടുണ്ട്? ഇവൻ ഇതുവരെ ജയിലിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം നടത്തിയെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ? ഈ പാർട്ടിയെ തെറി പറഞ്ഞ് പാർട്ടിക്ക് പുറത്തുപോയി പുതിയ പാർട്ടി ഉണ്ടാക്കി തന്തയുടെ അഡ്രസ്സിൽ ഇപ്പോഴും വിലസി നടക്കുന്നവൻ, സോണിയാഗാന്ധിയെ മദാമയെന്ന് അധിക്ഷേപിച്ചവൻ, അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവൻ, അതുപോലെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ ഇന്ദിരാഭവനെ വേശ്യാലയമാക്കി എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ മണത്ത് കണ്ടെത്തുന്നവനാണ്, അതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ളയാളാണ് ഉണ്ണിത്താൻ എന്ന് നമുക്കറിയാം. ആ ഉണ്ണിത്താൻ തന്നെ പറയുന്നത് ഇവനൊരു പെണ്ണായിരുന്നുവെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു താരമാകുമായിരുന്നു എന്നാണ്. അത്തരം പദപ്രയോഗങ്ങൾ നടത്തുവാൻ നമുക്ക് പോലും അല്പം ഉളുപ്പുണ്ട്. ആ പഴയ ഞരമ്പൻ രാമനിലയത്തിൽ ഇയാളുടെ കാമകേളികളെ കുറിച്ച് ഇപ്പോഴും പാണന്മാർ പാടി നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇയാളുടെ വീട്ടിൽ കരുണാകരനെ കാണാൻ എന്ന വ്യാജേന കയറിയിറങ്ങി രാഷ്ട്രീയ കളി പഠിക്കുവാൻ നടന്നവന്മാർ ഇന്നും കോൺഗ്രസിൽ ഇയാളുടെ ഇടതും വലതുമായി നടപ്പുണ്ട്. സ്വന്തം പെങ്ങള് തന്നെ ഇവന്റെ കർണത്തടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് ഇതിപ്പോൾ BJP പാളയത്തിൽ നിൽക്കുകയാണ്. ഇവൻ തൃശ്ശൂരിലെങ്ങാനും മത്സരിക്കാൻ വന്നാൽ അവിടെ മത്സരാർത്ഥിയാകാൻ വേണ്ടി പെങ്ങൾ പോലും തയ്യാറായി നിന്നതാണ്. സ്വന്തം പെങ്ങളെ പോലും നിലയ്ക്ക് നിർത്തുവാൻ പറ്റാത്ത, ഈ പ്രസ്ഥാനത്തിൽ സ്വന്തം പെങ്ങളെ പോലും പിടിച്ചു നിർത്തുവാൻ സാധിക്കാത്ത ഈ നാണം കെട്ടവനാണ് തിരുവനന്തപുരം പിടിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പോർട്ട് മുതലാളിയുടെ കാശും മേടിച്ചിട്ട് അയാളുടെ നോമിനിയെ വിജയിപ്പിക്കുവാൻ നടക്കുന്ന ഈ കള്ളനെ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു തോൽപ്പിക്കണം. കാരണം ഇവനൊരു നേരും നെറിയും ഇല്ലാത്തവനാണ്. എന്നാൽ ഇയാളെ ഞങ്ങൾ ഈ കിങ്ങിണിക്കുട്ടന് മാറ്റം വന്നു, പക്വത വന്നു എന്ന് കരുതി ഇയാളെ പല കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ വിഷയത്തിൽ ഇയാളെടുത്ത നിലപാട്, രാഹുലിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ചവിട്ടിത്താഴ്ത്തുവാൻ ശ്രമിച്ച ഈ ആഭാസൻ, ഈ പഴയ ഞരമ്പ് രോഗി, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അഡ്രസ്സിൽ വളർന്നു വന്നവൻ, നിന്ന തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി പോടാ പാഴേ എന്ന് പറഞ്ഞ് തൃശ്ശൂർകാർ തന്നെ ആട്ടിപ്പായിച്ച ഈ നാണം കെട്ടവൻ ഇപ്പോൾ വന്ന് തലസ്ഥാന നഗരിയിൽ അടിഞ്ഞിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അമേദ്യത്തെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ പുറംകാലുകൊണ്ട് ചവിട്ടിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവനിട്ട് കേക്കച്ചൻ കൊടുത്ത പണിയായിരുന്നു ഇത് എന്ന് ഇയാൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാഹുൽ വിഷയത്തിൽ നിന്ന് പ്രതികരിച്ചാൽ മാധ്യമ ശ്രദ്ധ കിട്ടും എന്ന് കരുതിയായിരിക്കണം ഒരുപക്ഷെ ഈ പഴയ കിങ്ങിണിക്കുട്ടൻ വന്ന് നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ആളാകാൻ ശ്രമിച്ചത്. പക്ഷേ നീ ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം എന്ന് കെ മുരളീധരൻ മനസ്സിലാക്കണം. ഇത്രയുമെല്ലാം പണികൾ കിട്ടിയിട്ടും ഈ പഴയ കിങ്ങിണിക്കുട്ടൻ ഒതുങ്ങുവാൻ റെഡിയായിട്ടില്ല. ഇവൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ല. കിങ്ങിണിക്കുട്ടൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് കാണുക, എന്നിട്ട് ആ കിട്ടിയ അവസരത്തിലും രാഹുലിനിട്ട് പണിയാൻ ശ്രമിക്കുന്നത് കാണുക. കിങ്ങിണിക്കുട്ടൻ്റെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് ഉടനെ തിരികെ വരാം. ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ UDF അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.
ഡിസംബർ 13 മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDFൻ്റെ ഭരണസമിതികൾ നിലവിൽ വരും. സെമി ഫൈനലിലെ വിജയം ഫൈനലിലെ ഞങ്ങളുടെ വിജയത്തിന് ശക്തി കൂട്ടും. അപ്പോൾ വിജയം ഞങ്ങളെ സംബന്ധിച്ച് ഉറപ്പാണ്. തിരുവനന്തപുരം നഗരത്തിൽ 55 വാർഡുകൾ മിനിമം ഞങ്ങൾ പിടിക്കും. ഉറച്ച തീരുമാനമാണ്. 55 വാർഡുകൾ, കവടിയാർ, ശാസ്തമംഗലം, പേട്ട ഉൾപ്പെടെ ഉള്ള വാർഡുകൾ. അതിൽ കവടിയാർ ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട വാർഡുകൾ. ഞാൻ ശാസ്തമംഗലം എന്ന് പറയാൻ കാരണം ശാസ്തമംഗലം പേട്ടയും BJPയുടെയും CPMൻ്റെയും മേയർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകൾ ഉൾപ്പെടെ ഇത്തവണ ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം വരെയാണ് റിബലുകൾക്ക് സാധ്യതയെന്ന് പറഞ്ഞു. ഇപ്പോഴും നഗരസഭയിൽ 8 പേര് കരിങ്കുളം അതൊക്കെ പുറത്തു പോയി കഴിഞ്ഞു. നടപടി എടുത്തു. റിബലുകൾക്കെതിരായിട്ടല്ലേ നടപടി എടുക്കാൻ പറ്റും. CPMമാർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും. ഇപ്പോൾ ശ്രീകണ്ഠൻ മത്സരിക്കേണ്ട പഴയ ബ്യൂറോ ചീഫ്, ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റും. അത് CPM അല്ലേ എടുക്കണ്ടേ? ഞങ്ങൾ എടുക്കേണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ എടുത്തു. ഇപ്പം ആരും ഞങ്ങളുടെ കൂടെ ഇല്ല. പുകഞ്ഞ കൊള്ളി പുറത്താക്കി കഴിഞ്ഞു റിബലുകളെ. തീരദേശമാണ് ഞങ്ങളുടെ ഏറ്റവും കരുത്തുള്ള മേഖല. കാരണം അവരുടെ എന്താ പറയുക, ആ വാർഡുകൾ നിർദാക്ഷിണ്യം വെട്ടിമുറിച്ച് അവരെ പ്രയാസത്തിലാക്കി. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതാക്കിയ സർക്കാരിനെതിരായിട്ടുള്ള വികാരം തീരദേശങ്ങളിൽ അതിശക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരദേശ പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത്. കോൺഗ്രസിന്റെ ഒരു MLA ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത്? കോൺഗ്രസിലെ MLAമാർ ഇപ്പോൾ പാർട്ടിയിലുള്ള MLAമാർ ആരും ഒളിവിലല്ല, എല്ലാവരും ഫീൽഡിലുണ്ട്. പാർട്ടിയിലില്ലാത്ത ഞങ്ങൾ മാറ്റി നിർത്തി ആരെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട പോലീസാണ്. അത് ഞങ്ങളുടെ ജോലിയല്ല. നേരത്തെ സംരക്ഷിച്ച് ഒന്നിച്ച് വേദിയിൽ കൊണ്ടു നടന്നു. അതാണ് ഇപ്പോൾ വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉപയോഗിക്കുന്നത്. സസ്പെൻഷൻ നടപടിയുള്ള ഒരാളുടെ എന്ത് നടപടിക്കും പാർട്ടി ഉത്തരവാദിത്വമില്ല. ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് സർക്കാരാണ്. ഇല്ല, അത് അദ്ദേഹം സ്വന്തം നിലയ്ക്കാണ്. ഇനി അങ്ങോട്ട് കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി. ഒരു സസ്പെൻഡ് ചെയ്ത ആൾക്കാരെ പങ്കെടുപ്പിക്കരുത് എന്ന് തന്നെയാണ് പാർട്ടി കൊടുത്തിട്ടുള്ള നിലപാട്. ആരാണെങ്കിലും നേരത്തെ തന്നെ വ്യക്തമായ നിലപാട് എടുക്കാത്തത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ഘട്ടത്തിൽ പാർട്ടിക്ക് പ്രതിസന്ധിയായോ? ഞങ്ങൾ നേരത്തെ എടുത്തു കഴിഞ്ഞല്ലോ. ഞങ്ങൾ എന്നേ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യമാണ്. ഇനിയിപ്പോൾ അത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ വീണ്ടും പുറത്താക്കേണ്ട കാര്യമില്ല. ഇത് രാഷ്ട്രീയത്തിൽ ആശയദാരിദ്ര്യം കാരണമാണ് ഇടതുപക്ഷം ഇതിങ്ങനെ എപ്പോഴും ഈ വാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. വീക്ഷണം ഒരിക്കലും ഒരു പത്രത്തിനോട് വിശദീകരണം ചോദിക്കില്ല. കാരണം പത്രസ്വാതന്ത്ര്യം ഞങ്ങളുടെ പാർട്ടി പത്രത്തിനും അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അത് പാർട്ടി പത്രമാണെങ്കിലും പാർട്ടി ചാനലാണെങ്കിലും ഞങ്ങൾ ഇടപെടില്ല. ഉദിച്ചു ചേരുന്ന താരങ്ങളൊക്കെ വേണ്ട താരങ്ങൾ ഉദിച്ചു വരും, അല്ലാത്തത് അസ്തമിക്കും. രാമനിലയത്തിൽ കുത്തിമറിഞ്ഞ KPCC അധ്യക്ഷന്റെ ആസ്ഥാനം വ്യഭിചാരശാലയാക്കി മാറ്റിയ ഈ കിങ്ങിണിക്കുട്ടനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഒന്നുകൂടി കേട്ട ശേഷം നമുക്ക് തിരികെ വരാം. ഇത് ഞങ്ങൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കും. കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ അറിയണം, ഈ മ്ലേച്ഛനാണ് രാഹുലിനെ ചൊറിയുവാൻ വരുന്നത്. നാണം കെട്ടവനെ, രാഹുലിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ? നിന്റെ അപ്പൻ K കരുണാകരനാണെന്ന ഒറ്റ ലേബലിൽ ഇന്ന് ഈ പ്രസ്ഥാനത്തെ കുളം തോണ്ടി അവസാനം തിരിച്ച് നാണം കെട്ട മുടിയനായ പുത്രൻ വരുന്ന പോലെ നാണം കെട്ട് യാചിച്ചു വന്ന നീ ഇന്ന് രാഹുലിനെ ചൊറിയുവാനൊന്നും ആയിട്ടില്ല. നീ വെറും അപ്പന്റെ അഡ്രസ്സിൽ വളർന്നു വന്ന വെറും പിണമാണെന്ന് മനസ്സിലാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും നീ യോഗ്യനല്ല. നീ രാഹുലിനെ പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ നിന്നെ ചവിട്ടിക്കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. K മുരളീധര, സ്വന്തം പെങ്ങളെ പോലും നിലയ്ക്ക് നിർത്തുവാൻ പറ്റാത്ത നിന്നെയൊക്കെ ഭയന്ന് നിന്റെ പെങ്ങള് K കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളായ ആ പത്മജ പോലും ഇന്ന് BJPയിലേക്ക് അഭയാർത്ഥിയായി പോയ അതിന് കാരണക്കാരനായ നാണം കെട്ട നീ ആദ്യമേ നിന്റെ പെങ്ങളെ നിലയ്ക്ക് നിർത്തിയിട്ട് പെങ്ങളെ ഈ പാർട്ടിയിൽ കൊണ്ടുവന്ന ശേഷം മാത്രം നീ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുക, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ കയറി കുത്തിരിക്കുക. നിനക്ക് പട്ടിയുടെ വില പോലും ജനങ്ങൾ തരത്തില്ല. രാഹുലിനെ ചൊറിയുവാൻ മാത്രം നീ മനസ്സിലായിട്ടില്ലടാ K കരുണാകരന്റെ മകനെ
കെ മുരളീധര, പഴയ കിങ്ങിണിക്കുട്ട, നിന്നെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന വാക്കുകൾ കേട്ട ശേഷം പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. ഇപ്പൊ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. എനിക്കറിയാം മുരളീധരൻ ആരാന്ന്. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നലെ അടക്കം ശ്രീ വയലാർ അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു, ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു, ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. കെ മുരളീധര, നീ ഇത് എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നിന്റെ സുഹൃത്തായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ വാക്കുകൾ കേട്ട ശേഷം നീ രാഷ്ട്രീയ പണിക്ക് ഇറങ്ങുക. അപ്പോൾ നീ ആ പഴയ കിങ്ങിണിക്കുട്ടന്റെ സ്വഭാവമൊക്കെ മാറി നീ മനുഷ്യനാകും. ഒരു കാര്യം കൂടി ഞങ്ങൾ ഓർപ്പിക്കുകയാണ്, രാഹുൽ മാങ്കുട്ടത്തെ ചൊറിയുവാൻ മാത്രം വളർച്ച നിനക്കായിട്ടില്ല. നിന്റെ അപ്പൻ കെ കരുണാകരനാണെങ്കിലും അതിന്റെ ഗുണമൊന്നും നിനക്കില്ല. രാഹുലിനെ പോലെയുള്ള മിടുക്കന്മാരായ യുവാക്കന്മാരെയാണ് ഈ നാടിന് ആവശ്യം, ഈ പാർട്ടിക്ക് ആവശ്യം. അതുകൊണ്ട് നീ രാഹുലിനെ ചൊറിഞ്ഞാൽ ആ രാഹുലിനെ ചൊറിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഞങ്ങളിതാ പറയുകയാണ്, തിരുവനന്തപുരത്തെ ജനങ്ങൾ നിന്നെ അറിഞ്ഞു തോൽപ്പിക്കും. നീ 55 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ് നിനക്ക് 15 സീറ്റ് പോലും തിരുവനന്തപുരത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾ ഇതാ ഉറപ്പിച്ചു പറയുന്നു. രാഹുലിനെ പണിയുവാൻ കേക്കച്ചനോടൊപ്പം നിന്ന് നിന്റെ ശിങ്കടികളെയും തിരുവനന്തപുരത്തെ ജനങ്ങൾ അറിഞ്ഞു തോൽപ്പിക്കും. യാതൊരു മാറ്റവുമില്ല, അത് ഉറപ്പാണ്.